കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. കൊറേ ദിവസമായി കഴിച്ചിട്ടേ, കുറച്ച് ദിവസമായി. ആണോ? ഇത് ലിക്കറാ. ആ അത് മറന്നു കൊണ്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? കനക ഒരെണ്ണം കൂടി വയ്ക്കാം. പോരെ? അതെ, ഒന്നുമില്ലല്ലോ, കുറേ ദിവസമായില്ലേ. ഇവിടെ ക്ലാസ് എന്ത് ചെയ്ത്? ഞാൻ സങ്കടം. റൊണാൾഡോ മോനും ഒരെണ്ണം കൊടുക്കേ. റൊണാൾഡിന് ഒരെണ്ണം കൊടുക്കുക. കഴിച്ചടാ, കഴിച്ചോ. ലേറ്റസ്റ്റ് ഇല്ലാച്ചിട്ട് വിഷമിക്കണ്ട, നീയും കഴിച്ചോ. ഒരെണ്ണം കൂടി വെക്കും. നീ കഴിച്ചില്ലേ? കാര്യങ്ങൾ ഓർക്കുന്ന സാധനം എന്റെ പേരാന്ന് വിളിച്ച. പിന്നെ എന്റെ പേരെ വിളിച്ച് ഓർമ്മയുണ്ടോ? അടങ്ങിയിരടാ ഒന്നും അടിച്ചാണ്. നോക്കട്ടെ. മതി, പയ്യ. ആ എന്തൊക്കെ അമ്മ? ക്ലീറ്റമോനും കൂടി ഉണ്ടെങ്കിൽ ഒരു രസാ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവൻ മീറ്റിങ്ങിന് പോണതിന്റെ അന്ന് നമ്മളൊരു കൂടുതൽ കൂടിയില്ലേ? എന്ത് രസായിരുന്നില്ലേ? അന്നിപ്പോ വാള് വെച്ച് നല്ല രസായിരുന്നു. നിന്റെ സസ്പെൻഷൻ എന്നാ തീരുക? സസ്പെൻഷൻ എന്നാ തീരുക? ജോലിയിൽ ചേരണ്ടേ? അതിപ്പോ ഇതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, ട്രയലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഉടനെ അത് ശരിയാവുമായിരിക്കും. ഞാനെന്തായാലും ക്ലീറ്റ വന്നിട്ടേ പോളൂ. 4 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം നമുക്ക്. എങ്ങനെ പോകണ്ട മിണ്ടായിരിക്കണ. എവിടേക്ക് പോണ്? ഇവിടെ ഇരിക്കുക. നീ ഇവിടെ വേണം. ക്ലീറ്റോ ഇല്ലെങ്കിൽ നീ വേണം. തങ്കത്തിനും കുട്ടികൾക്ക് വെക്കാൻ നിന്നെ നല്ല ഇഷ്ടമാണ്. നീ കുടുംബത്തിലെ എല്ലാ കാര്യവും നോക്കി ഇവിടെ നിൽക്കുക കേട്ടോ. ഞാൻ മോട്ടിച്ചോണ്ട് അതൊക്കെ തന്നെ പറഞ്ഞു. എന്താ ഈ പ്രാന്തം പറയണേ? വെറുതെ പിച്ചുമ്പഴേയും പറയുന്നത്. സത്യം പറയാലോ, മാമന് ഒരു ഓർമ്മ കുറവുമില്ല. മാമ അഭിനയിച്ച മാമൻ ഇങ്ങനെ ജീവിതത്തിൽ ഓരോരോ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോരം അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ ഇതും മാമൻ്റെ ഒരു അഭിനയം. എന്തിനു വേണ്ടി? നിന്റെ അമ്മായിനാണ് അറിയില്ലേ? എനിക്കിപ്പോൾ 10-60 വയസ്സായില്ലേ? ഈ കണ്ടവരുടെ വാക്ക് കേട്ടിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നും പറഞ്ഞിട്ട് കണ്ട ജ്യോത്സ്യന്മാരുടെ അടുത്തും സ്വാമിമാരുടെ അടുത്തും പോയിട്ട് അവർ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തി ഞാൻ എത്ര അമ്പലത്തിൽ ശയനപ്രശ്നം നടത്തിയാലോ. ഇതാ പുറത്തെ തോലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം അതാ വേറെ ഏതൊരു സ്വാമി മുട്ടടിക്കാൻ പറഞ്ഞേക്കും, വേറെ ഏതൊരു സ്വാമി മല കയറാൻ പറഞ്ഞേക്കും. എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അച്ഛാ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവള് പിണങ്ങിയ കുടുംബജീവിതം പോയോ? അപ്പോൾ ഒരു ദിവസം ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ചൂടായിട്ട് എന്നാലും അങ്ങനെ പറഞ്ഞിട്ട് മറന്ന പോലെ കാണിച്ച് എന്തൊക്കെ ചൂടായി പറഞ്ഞപ്പോൾ ഇവള് മേടിച്ചു. ഇനിയാണ് ഞാൻ അടിക്കുന്നത്. എന്റെ പേര് ഓർമ്മയുണ്ടോ? റൊണാൾഡേ അവൻ കഴിക്കട്ടെ. കരകുമ്പത്തമ്പേടൊരു പ്ലാൻ, ഭയങ്കര പ്ലാനായിരുന്നു. അത് നമ്മുടെ മാമന്റെ ഓർമ്മിച്ചിട്ടില്ലേ? കുടുംബത്തെ അന്തചിത്രം മാറി. ഓ അത് ശരി. അപ്പൊ കൊടുത്തിട്ട് വാങ്ങ അല്ലേ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഇവിടെ ഇരുന്ന ആരോടത്തും പറയില്ല, ഇപ്പൊ പോയ എല്ലായിടത്തും പറയും.